നിങ്ങൾക്കറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം ഭീതി നിന്നിരുന്ന ഇസ്ലാമോഫോബിയ യൂറോപ്പിൽ കൊടുമ്പിരി കൊണ്ട കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമോഫോബിയ കുറഞ്ഞു വരുന്ന വാർത്തകൾ 2023 മലയാള ദിനപത്രങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഇസ്ലാമോഫോബിയ യൂറോപ്പിൽ കുറയുന്നു. അതിലേറ്റവും കുറവ് ലിവർപൂളിലാണ്. ലിവർപൂൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ, ഞാൻ ലിവർപൂൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരും. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബുള്ള ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. അത്ഭുതകരമായ ആ പോരാട്ടങ്ങൾ, ലോകത്തെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബിനുള്ള സ്ഥാനം മഹത്തരമാണ്. ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ ആവേശമാണ് ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ആ നാടും ആ സ്ഥലവും ആ പേരുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നത്. ലിവർപൂളിൽ ഏറ്റവും കുറയുന്ന ഇസ്ലാം വിമർശനങ്ങൾ, ഇസ്ലാമോഫോബിയ കുറയുന്നു. അതിന്റെ കാരണം എന്താണ്? അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ബ്രിട്ടീഷുകാരനല്ല, അയാൾ ഈജിപ്തുകാരനാണ്. ഈജിപ്തുകാരനായ ചെറുപ്പക്കാരന്റെ പേര് മുഹമ്മദ് സലാഹ് എന്നാണ്. മുഹമ്മദ് സലാഹിന്റെ പ്രത്യേകത, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ തുറന്നു വെച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കടന്നു പോകാൻ മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മടിയുണ്ടായിട്ടില്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നോക്കി ഓതാൻ ആത്മവിശ്വാസമുള്ള ISMകാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നമുക്കുണ്ടാകാൻ കഴിയണം, നമുക്കുണ്ടാക്കാൻ കഴിയണം, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസുഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ ISMന്റെ സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ISM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമുണ്ടാകേണ്ട ഒരു നിമിഷത്തിലൂടെയാണ് എറണാകുളം ജില്ലാ ISM കമ്മിറ്റി കടന്നു പോകുന്നത്. ഇവിടെ അംജദ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിശബ്ദരാകാതെ, നിഷ്ക്രിയരാകാതെ ആത്മവിശ്വാസമുള്ള ഒരു സമൂഹമായി ഉയർന്നു നിൽക്കണമെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ മതത്തെക്കുറിച്ചും നമ്മുടെ നിലപാടുകളെക്കുറിച്ചുമുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. പട്ടിണിപ്പാവങ്ങളായ, പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചിരുന്ന, ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മകളുടെയും ഇന്നലകളിലൂടെ കടന്നുപോയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സാധാരണക്കാർക്ക് എങ്ങനെയാണ് ലോകം ഭരിക്കുന്ന ഭരണാധികാരികളായി തീരുവാനും ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളുടെ ഗവർണർമാരായി ആ നാടുകളെ ഭരിക്കാനുമുള്ള ആത്മവിശ്വാസം ലഭിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം നമുക്ക് പകർന്നു നൽകുന്ന ആദർശബോധം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സന്ദേശവുമായി മക്കയിലേക്ക് കടന്നു വരികയും മക്കയുടെ നാൾ വഴികളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളുമായി കടന്നു പോവുകയും ചെയ്യുമ്പോൾ തൻ്റെ കയ്യിലൊരു ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തെടുത്താൽ ചുവന്നൊട്ടകങ്ങൾ ഓഫർ ചെയ്ത ആളുകളുടെ വാഗ്ദാനം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സെടുക്കാൻ കടന്നു വരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജൈത്രയാത്രകളെക്കുറിച്ച്, എങ്ങനെയാണ് ഇസ്ലാം വിജയിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി കടന്നു വന്ന യഹൂദ ചാരന്മാരുടെ കണ്ണുകളിൽ അവർ കാണുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. രാത്രികളിൽ ദീർഘമായി നമസ്കരിക്കുകയും പകലുകളിൽ പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടുകൾ ഉണ്ടായിരുന്നു. ഉലീവെണ്ണയും കുടിച്ച് മദീനയിലെ ഈത്തപ്പന മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയും നിവർന്നു നിൽക്കാൻ കഴിയാത്ത വീടകങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചമെത്തിക്കുകയും ചെയ്ത
ആദർശവാന്മാരായ പോരാളികളാകണം ISMകാരൻ എന്നുള്ള തിരിച്ചറിവായിരിക്കണം ഇത്തരം ഒരു പ്രോഗ്രാമിന്റെ സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യുവത്വം എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഒരു കാലഘട്ടമാണ്. യുവത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല യുവാക്കളെ കുറിച്ച് വിശദീകരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അധികാരത്തിന്റെ സുന്ദരമായ ശീതീകരിച്ച അധികാരത്തിന്റെ തടവറകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കിടയിലാണ് ദിക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ജീവിച്ച അസുഹാബുൽ കൗഫ് എന്ന് പറയുന്ന ഒരു സംഘം യുവാക്കളെ കുറിച്ച് ഖുർആൻ പറയുന്നത്. ഒരു ഭാഗത്ത് അധികാരത്തിന്റെ ശീതീകരിച്ച മുറികൾ അവരുടെ മുന്നിലുണ്ട്. എല്ലാ ദുനിയാവിന്റെ പളവളത്ത മെത്തകളും അവരുടെ കൈകളിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് വിശുദ്ധമായ തൗഹീദിന്റെ സന്ദേശം അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത്. ജീവിതത്തിൽ അന്ധവിശ്വാസത്തിന്റെ അപ്പോസ്തലനായി അധികാരത്തിന്റെ ദുർവിനിയോഗം കൊണ്ട് ജീവിച്ച ദക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിന് മുന്നിൽ, ആ ഭരണാധികാരിക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരൊരു സംഘം യുവാക്കളാണ്. അസ്ഹാബുൽ കൗഫ് എന്ന് പറയുന്ന ആ സംഘത്തിന്റെ പ്രത്യേകത അവർ യുവാക്കളാണ്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വസിദ്നാഹും ഹുദാ, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട 23 കൊല്ലങ്ങൾ കൊണ്ട് പ്രവാചകൻ നമുക്ക് അവതരിപ്പിച്ചു തന്ന തൗഹീദിന്റെ കരുത്താണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നതെങ്കിൽ ദക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ അധികാരത്തിന്റെ ശീതീകരിച്ച കൊട്ടാരമുറികളിലും സൗഭാഗ്യങ്ങളുടെ സുഖലോലുപതകളിലും ആ മനുഷ്യർക്കും ആ ചെറുപ്പക്കാർക്കും ആത്മവിശ്വാസം പകർന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. മാർഗദർശനം ലഭിച്ച സർമാർഗത്തിന്റെ വെളിച്ചത്തിലൂടെ കടന്നുപോയ ഒരു സംഘം യുവാക്കളെന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രപരമായ പോരാട്ടങ്ങളുടെ നാൾവഴികളുണ്ട്. ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തെ കുറിച്ചല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രം യുവാക്കളെ നമ്മളെ ആവേശഭരിതമാക്കുന്നത്. സമ്പത്ത് കൊണ്ട് മതിമറന്ന, സമ്പത്ത് കൊണ്ട് അതിജയിച്ച ആത്മവിശ്വാസത്തെ കുറിച്ചല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്രൂദ് ഒരുക്കിയ ആളിക്കത്തുന്ന അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു വരാൻ ഇബ്രാഹിം നബിക്ക് കരുത്തു പകർന്ന ആത്മവിശ്വാസത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. തന്റെ ജീവിതത്തിൽ ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കരുത്തു പകർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെളിച്ചമായിരുന്നു. പ്രിയപ്പെട്ട ISMന്റെ പ്രവർത്തകന്മാരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. ആ നാട്ടിലെ അക്രമിയായ ഭരണാധികാരിയുടെ ദുഷ്ചിന്തയുടെയും ദുഷ്പ്രഭുത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ പ്രത്യേകത അധികാരത്തോട് താല്പര്യമില്ലാത്ത, സുഖലോലുപതയുടെ ശീതീകരിച്ച തടവുമുറികളിൽ ജീവിതം തളച്ചിടപ്പെടുന്ന മനുഷ്യർക്കിടയിൽ അയാളെ കാണാൻ കഴിയില്ല. സമ്പത്തിന്റെ സമ്പന്നതയുടെ പറുദീസകളിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാൻ കഴിയില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അരാജകത്വങ്ങൾക്കെതിരെ, ജീർണതകൾക്കെതിരെ, സാമൂഹിക തിന്മകൾക്കെതിരെ, ഈ നാട്ടിലെ ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കെതിരെ ഇവിടെ ശബ്ദമുയർത്തിയ മനുഷ്യന്റെ പ്രത്യേകത യുഖാലു ലഹു ഇബ്രാഹിം ഇന്നഹു ഫതൻ, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവാണ്. ആ യുവാവിന്റെ പ്രത്യേകത യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. 7 ആളുകൾക്ക് സൗഭാഗ്യങ്ങളുണ്ട്. ഒരു തണലുമില്ലാത്ത പരലോകം നേരത്തെ ഇവിടെ വിശദീകരിച്ചു. ഒരു തണലുമില്ലാത്ത പരലോകം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ആരുമാർക്കും താങ്ങ് നൽകാത്ത, ആരുമാർക്കും തണൽ നൽകാത്ത, മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധമില്ലാത്ത, ഭാര്യയും ഭർത്താവും തമ്മിൽ സഹകരണത്തിന്റെ നാൾവഴികളെ കുറിച്ച് കാണാൻ കഴിയാത്ത, നാളെ പരലോകത്ത് ഒരു തണലുമില്ലാതെ പ്രവാചകന്മാർ പോലും നഫ്സി നഫ്സി, എന്റെ ശരീരം എന്ന് പറയുന്ന ആ പരലോകത്ത് തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്തു പറയുന്നത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, ആരാധനകളിൽ സമ്പന്നമായ ജീവിതമുള്ള മനുഷ്യരാണ്. ആരാധനകളാൽ സമ്പന്നമായ ജീവിതമുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് ആരാധനകളുമായി കഴിച്ചുകൂട്ടുന്ന ചെറുപ്പക്കാർക്കല്ല
അള്ളാഹുവിന്റെ തണലുള്ളത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് ജീവിതം ആരാധനകളുമായി കഴിച്ചുകൂട്ടുന്നവർക്കുള്ളതല്ല അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശുദ്ധി ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മക്കയുടെ മണ്ണിൽ ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ ധ്യാനത്തിനിരിക്കുന്ന കാലത്ത് 40 വയസ്സുള്ള ഒരു ISM-കാരന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെളിച്ചം അവതരിപ്പിക്കപ്പെടുന്നു. ആ വെളിച്ചവുമായി നാമൂസുല്ലമീൻ മലക്ക് ജിബ്രീൽ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ISM-കാരനായ മുഹമ്മദ് നബിയുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ധാരകൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വരുന്നു. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ആശയധാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മക്കയിൽ ISM-കാരന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. മക്ക എന്ന പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ആരാധനകളുമായി തളച്ചിടപ്പെട്ട മുഹമ്മദ് നബി എന്ന ISM-കാരന്റെ ജീവിതമല്ല പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാധനകൾ കൊണ്ട് സമ്പന്നമായ ആ രാജ്യത്തെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ, പാവപ്പെട്ടവരെ സ്നേഹിച്ച, അശരണരായ ആലംബമില്ലാത്ത മനുഷ്യരോട് ചേർന്ന് നിന്ന, കുടുംബ ബന്ധങ്ങളെ ചേർത്തിപ്പിടിച്ച, മാതാപിതാക്കളോട് കരുണ കാണിച്ച, അയൽവാസികളെ സ്നേഹിച്ച, കുട്ടികളോട് കരുണ കാണിച്ച, ഭാര്യമാർക്ക് നല്ലൊരു ഭർത്താവായി ജീവിച്ച മഹാമനീഷിയായി പ്രവാചകന്റെ ജീവിതം ലോകത്തിന് മുന്നിൽ ഒരു ISM-കാരൻ എങ്ങനെയാകണമെന്നത് മുഹമ്മദ് നബിയുടെ ജീവിതം നമുക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു ശക്തമായ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ തകർത്ത് കളയാൻ കഴിയുന്ന ഒന്നായി ആ വെള്ളച്ചാട്ടം മാറുമെന്ന് നമുക്കറിയാം. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലോ, അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാലോ ആ രാജ്യത്തെ കൃഷികൾക്ക് ഉപയോഗപ്പെടുത്താം, ആ രാജ്യത്തെ വൈദ്യുതിക്ക് ഉപയോഗപ്പെടുത്താം, അവിടെയുള്ള മനുഷ്യർക്ക് കുടിക്കാനും ഉപയോഗപ്പെടുത്താനും ആ വെള്ളങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുപോലെയാണ് യുവത്വം എന്ന് പറയുന്നത്. ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അതിനെ രാജ്യങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നത്, സമൂഹങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നത്, സംഘടനകൾക്ക് വെളിച്ചമുണ്ടാകുന്നത്. കേരള ദുബത്തുൽ മുജാഹിദീൻ എന്ന ഈ സംഘടനയുടെ വെളിച്ചമാണ് ISM എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കരുത്താണ് ISM എന്ന് പറയുന്ന യുവജന വിഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് നന്മകളുമായി നമുക്ക് മുമ്പേ കടന്നുപോയവർ. KNM-ന്റെ വയോധികരായ കാലഘട്ടത്തിലാണ് വക്കം അബ്ദുൽ ഖാദർ മുരിയെ കുറിച്ച് നാം പഠിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. KM മൗലവിയുടെ വാർദ്ധക്യത്തിലുള്ള ഫോട്ടോകൾ കാണുമ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെളിച്ചവുമായി കടന്നുപോയത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മൊയ്ദ് മൗലവിയുടെ, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ, KM സീതി സാഹിബിന്റെ ഫോട്ടോകൾ കാണുമ്പോൾ ആ പ്രായത്തിലാണവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചവുമായി പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയത് എന്ന് ISM-കാരെ വിചാരിക്കരുത്. മറിച്ച് ആ രാജ്യങ്ങളിൽ കേരളത്തിൽ വക്കം മൗലവിയും KM മൗലവിയും കടന്നു വരുന്നത് ISM-കാരനായ പ്രായങ്ങളിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, വിശ്വാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്, ഇവിടെ വെളിച്ചമുണ്ടാക്കുന്നത്, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു സമൂഹത്തിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അക്ഷര വിദ്യാഭ്യാസം നൽകുമ്പോൾ ISM-കാരനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രമാണ് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത്. KM മൗലവി അന്ധവിശ്വാസ നിബിഡമായ കേരളത്തിന്റെ ഇരുട്ടറകളിൽ തൗഹീദിന്റെ വെളിച്ചവുമായി കൊടുങ്കാറ്റ് പോലെ KM മൗലവി ആഞ്ഞടിച്ച് കടന്നു പോകുമ്പോ KM മൗലവി എന്ന ISM-കാരനാണ്. KM മൗലവിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു ISM-കാരന്റെ ചരിത്രമായിരുന്നു. SRCP-യുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നയിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രപരമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ISM-കാരന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് എന്നത് നമുക്ക് ആത്മവിശ്വാസം നൽകണം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സംസാരത്തിന്റെ ചുരുക്കമായി എൻ്റെ സഹപ്രവർത്തകരോട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിശബ്ദമായി നിഷ്ക്രിയമായി കടന്നു പോകാനുള്ളതല്ല, മറിച്ച് അത് പോരാട്ടങ്ങളുടേതാണ്, അത് ആശയപരമായ പോരാട്ടങ്ങളുടേതാണ്, ആത്മാഭിമാനത്തിൻ്റെതാണ്. ആ ആത്മാഭിമാനം നമുക്ക് നൽകുന്ന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ലോകത്തൊട്ടേറെ ആളുകളുണ്ട്. ഒരു കല്യാണം വരുമ്പോൾ നമസ്കരിക്കാത്ത മനുഷ്യരുണ്ട്, ഒരു സൽക്കാരം ഉണ്ടാകുമ്പോൾ നമസ്കരിക്കാത്ത മനുഷ്യരുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊരു ഖുർആനിന്റെ കോപ്പിയുമായി യാത്ര ചെയ്യാൻ മടി കാണിക്കുന്നവരുണ്ട്. നമുക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഖുർആൻ ഓതാൻ താല്പര്യം കാണിക്കാത്ത മനുഷ്യരുണ്ട്. ലോക പ്രശസ്തരായ ഒട്ടേറെ യുവാക്കളുണ്ട്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം ഭീതി നിന്നിരുന്ന ഇസ്ലാമോഫോബിയ യൂറോപ്പിൽ കൊടുമ്പിരി കൊണ്ട കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമോഫോബിയ കുറഞ്ഞു വരുന്ന വാർത്തകൾ 2023 മലയാള ദിനപത്രങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഇസ്ലാമോഫോബിയ യൂറോപ്പിൽ കുറയുന്നു,
അതിലേറ്റവും കുറവ് ലിവർപൂളിലാണ്. ലിവർപൂൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ, ഞാൻ ലിവർപൂൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരും. ലോകത്തേറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബുള്ള ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. അത്ഭുതകരമായ ആ പോരാട്ടങ്ങൾ, ലോകത്തെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബിനുള്ള സ്ഥാനം മഹത്തരമാണ്. ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ ആവേശമാണ് ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ആ നാടും ആ സ്ഥലവും ആ പേരുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നത്. ലിവർപൂളിൽ ഏറ്റവും കുറയുന്ന ഇസ്ലാം വിമർശനങ്ങൾ, ഇസ്ലാമോഫോബിയ കുറയുന്നു. അതിന്റെ കാരണം എന്താണ്? അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ബ്രിട്ടീഷുകാരനല്ല, അയാൾ ഈജിപ്തുകാരനാണ്. ഈജിപ്തുകാരനായ ചെറുപ്പക്കാരന്റെ പേര് മുഹമ്മദ് സലാഹ് എന്നാണ്. മുഹമ്മദ് സലാഹിന്റെ പ്രത്യേകത, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ തുറന്നു വെച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കടന്നു പോകാൻ മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മടിയുണ്ടായിട്ടില്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നോക്കി ഓതാൻ ആത്മവിശ്വാസമുള്ള ISMകാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നമുക്കുണ്ടാകാൻ കഴിയണം, നമുക്കുണ്ടാക്കാൻ കഴിയണം, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. എന്ന് മാത്രമല്ല, ലിവർപൂളിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ തലച്ചോറ് കൊണ്ടാണ് മുഹമ്മദ് സലാഹ് ഫുട്ബോൾ കളിക്കുന്നത്. നിങ്ങൾക്ക് മുഹമ്മദ് സലാഹിന്റെ ചരിത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വായിക്കാൻ കഴിയും. ഇസ്ലാമോഫോബിയ ഏറ്റവും കുറയുന്നത്, ഏറ്റവും അധികം കുറഞ്ഞു വരുന്നത് മുഹമ്മദ് സലാഹിന്റെ ചിത്രം കണ്ടും മുഹമ്മദ് സലാഹിന്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെയും. ലിവർപൂളിന്റെ തെരുവുകളിൽ കവിതകളായിട്ട് എഴുതി വെക്കുന്ന വാക്കുകളുണ്ട്. ഞങ്ങൾ പബ്ബുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ, ഞങ്ങൾ ബാറുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ മുഹമ്മദ് സലാഹിന്റെ കൂടെ പള്ളികളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എഴുതി വെക്കുന്ന ചെറുപ്പക്കാരുണ്ടാകുന്നത് ഇസ്ലാം നമുക്ക് ആത്മാഭിമാനം നൽകുമ്പോഴാണ്. ഒരു മുഹമ്മദ് സലാഹ് മാത്രമല്ല, ലോകത്തെ ശ്രദ്ധേയരായ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരുടെ വിമോചകനായി കടന്നു വന്ന നെൽസൺ മണ്ടേലയുടെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്ത് എന്ന് പറയുന്ന അവരുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഉണ്ട്. അയാൾ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോ, എന്റെ മനസ്സിൽ ആത്മവിശ്വാസക്കുറവുണ്ടാകുമ്പോ എന്റെ സഹകളിക്കാരൻ നീണ്ട താടി വെച്ച ഹാഷിം അംലെ എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തകനുണ്ട്, എന്റെ കൂടെ കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഞാൻ ഹാഷിം അംലെ ഖുർആൻ ഓതുന്നത് നോക്കി നിൽക്കും, ഹാഷിം അംലെ ഖുർആൻ ഓതുന്നത് ഞാൻ നോക്കി നിൽക്കും. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് തന്റെ ജേഴ്സിയിൽ ഹറാമായ ഒരു ചിത്രം വെക്കാത്തതിന്റെ പേരിൽ ഓരോ മത്സരത്തിനും $500 വീതം ഫൈൻ അടക്കുന്ന ലോക പ്രശസ്തനായ, ഏറെക്കാലം ലോകത്തിലെ ഏകദിന ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റ്സ്മാനായി ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച നീണ്ട താടി വെച്ചൊരു മുസ്ലിം ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ ആ ചെറുപ്പക്കാരന് പ്രചോദനം നൽകിയ ആദർശത്തിന്റെ പേരാണ് ISMകാരന്റെ ഹൃദയത്തിൽ കടന്നു വരേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഹാഷിം അംലെ നമസ്കരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. നമസ്കരിക്കാൻ പരിശീലനങ്ങൾ ഉണ്ടാകുമ്പോ തന്റെ പരിശീലന ക്ലബുകൾക്ക് സമീപത്ത് ആരാധനയുടെ സമയമുണ്ടാകുമ്പോ മുസല്ല വിരിച്ച് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീഡിയോ കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് യുവാക്കളെ, ഒരു കല്യാണ വീട്ടിൽ ഒരു സൽക്കാരം ഉണ്ടാകുമ്പോ, ഒരു ഷോപ്പിങ്ങിന് കടന്നു പോകുമ്പോ നമസ്കാരം മാറ്റിവെക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഏത് ഇസ്ലാമാണ് നിലനിൽക്കുന്നത് എന്ന് നാം ആലോചിക്കണം. ഈ ആളുകൾക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ കാണാം, താൻ പരിശീലിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സമീപത്ത് ഒരു മുസല്ല വിരിച്ച് നമസ്കരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകന്മാരുടെ ഹൃദയത്തിൽ ഏറെക്കാലം ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ISMകാരെ, നമുക്ക് മാറ്റമുണ്ടാകണം, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചമുണ്ടാകണം, തൗഹീദ് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായി എന്റെ സംസാരം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നല്ല ആദർശബോധമുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘമായി നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്, ഇസ്ലാമിന്റെ പോരാട്ടം അതാണ്. മദീനയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതാക്കന്മാരും അനുയായികളുമാണ് ഈ സദസ്സിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോടും അനുയായികളോടും അണികളോടും, നിങ്ങൾക്കറിയുമോ, മദീനത്തെ പള്ളിയിൽ കിസ്രയുമായി യുദ്ധം വിജയിച്ച് കിസ്രയുടെ കൊട്ടാരത്തിലെ ഒനീമത്ത് സ്വത്തുക്കൾ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ കണ്ണുകൾ നിറഞ്ഞത് കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നത്?
ഉമർ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ അനുയായികൾ എത്ര സത്യസന്ധരാണ്, എൻ്റെ അണികൾ എത്ര സത്യസന്ധരാണ്. ഇത്രയധികം കോടിക്കണക്കിന് വരുന്ന അനീമത്ത് സ്വത്തുക്കൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു തരി പോലും ആളുകൾ മോഷ്ടിച്ചെടുത്തിട്ടില്ലല്ലോ, കവർന്നെടുത്തിട്ടില്ലല്ലോ, ഇതിൽ നിന്ന് മാറ്റിവെച്ചിട്ടില്ലല്ലോ. ഈ പള്ളിയിൽ അത് മുഴുവനുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നേതാവ് വിശ്വസ്തനാകുമ്പോൾ അനുയായികളും വിശ്വസ്തരായിത്തീരും. നേതാവ് വിശ്വസ്തനാകുമ്പോൾ അനുയായികളും വിശ്വസ്തരായിത്തീരും. നമ്മൾ വിശ്വസ്തരായ ISMന്റെ നേതാക്കന്മാരാകണം. നമ്മൾ വിശ്വസ്തരായ ISMന്റെ പ്രവർത്തകന്മാരായിത്തീരണം. നമുക്ക് തൗഹീദിനോടായിരിക്കണം കൂറുണ്ടാകേണ്ടത്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോടായിരിക്കണം കൂറുണ്ടാകേണ്ടത്. നമുക്ക് ആദർശബോധത്തോടായിരിക്കണം കൂറുണ്ടാകേണ്ടത്. നിങ്ങൾക്കറിയുമോ, മഹാനായ മിസ്അബ് റളിയല്ലാഹു എത്ര ചെറുപ്പക്കാരാണ്. ഇസ്ലാമിനെ സംരക്ഷിച്ച ആളുകളുടെ പ്രായം എത്രയാണ്? മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടുമ്പോൾ പ്രായം 40 വയസ്സാണ്. ISMന്റെ പ്രായം 45 വയസ്സ് വരെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ കൈപിടിച്ച് നിൽക്കുമ്പോൾ 38 വയസ്സാണ്. ISMകാരന്റെ പ്രായം 45 വയസ്സാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രായം 35 വയസ്സാണ്. ഒരു ISMകാരന്റെ പ്രായം എന്ന് പറയുന്നത് 45 വയസ്സാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ 32 വയസ്സിലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ 17ാമത്തെ വയസ്സിലാണ്. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു 20ാമത്തെ വയസ്സിലാണ്. 20ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിന്റെ പതാകയും ഏറ്റെടുത്ത് സ്വർഗത്തിലേക്ക് പടികൾ ചവിട്ടിക്കയറി നടന്നുപോയ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പ്രവാചകന്റെ ശരീരത്തിന് നേരെ പാഞ്ഞു വന്നിരുന്ന ആയുധങ്ങളെ മുഴുവൻ സ്വന്തം നെഞ്ചകങ്ങളിലേക്ക് ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വന്തം നെഞ്ചുകൊണ്ട് സംരക്ഷിച്ച ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എന്ന് പറയുന്നത് 22 വയസ്സ് പ്രായമാണ്. 29ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു ISMകാരനുണ്ട്, സഅദ് ബിൻ മുആദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 29ാമത്തെ വയസ്സിലാണ്. ISMൽ ആദ്യമായി മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകന്മാരുണ്ടാകും. എന്നെ ചെറുപ്പക്കാരോട്, സഅദ് ബിൻ മുആദ് മരണപ്പെടുന്നത് 34ാമത്തെ വയസ്സിലാണ്. 4 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 4 കൊല്ലം. ആ 4 കൊല്ലം കൊണ്ട് സഅദ് ബിൻ മുആദ് നേടിയെടുത്തത് സ്വർഗത്തിന്റെ പടിക്കെട്ടുകളാണ്. ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അനസ് ബിൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി അതിവേഗതയിൽ ആ യുദ്ധക്കളത്തിലേക്ക് ഓടുന്നു. ആ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുന്ന അനസ് ബിൻ റളിയല്ലാഹു അൻഹു തടഞ്ഞു നിർത്തിക്കൊണ്ട് സ്വഹാബികൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്ര ആവേശത്തിൽ, ഇത്ര വേഗതയിൽ? അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അത് ആ ഉഹദ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് സ്വർഗത്തിന്റെ പരിമളം ഞാൻ അങ്ങ് ആസ്വദിക്കുന്നു. സ്വർഗത്തിന്റെ പരിമളം ഉഹദ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഞാൻ ആസ്വദിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചത്തിനെതിരെ ശിർക്കിന്റെ വാഹകരായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ശിർക്കിന്റെയും ഖബർ ആരാധനയുടെയും ഖബർ പൂജയുടെയും വാഹകരായി അന്ധവിശ്വാസത്തിന്റെ പടയാളികൾ ഉയർന്നു പൊങ്ങുന്ന കേരളത്തിൽ ലഹരി മാഫിയയുടെ പിടുത്തത്തിൽ ജീവിതം തകർന്നു പോകുന്ന 10,000ങ്ങളുള്ള നമ്മുടെ നാട്ടിൽ കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്ന എത്തിസ്റ്റുകളുടെയും നവലിബറലിസ്റ്റുകളുടെയും അവരുടെ കടന്നുവരവുകൾക്ക് മുന്നിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ വിശുദ്ധമായ ഇസ്ലാമിനെ പരിഹസിച്ച് വിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിച്ച് കടന്നു പോകുന്ന മനുഷ്യർക്ക് മുന്നിൽ നമുക്കൊരു വെളിച്ചമായി, ഒരു കരുത്തുറ്റ മതിലായി നമുക്ക് നിവർന്നു നിൽക്കാൻ ISMന്റെ പ്രവർത്തകന്മാരെ നമുക്ക് സാധിക്കണം, നമുക്ക് കഴിയണം. നമുക്ക് ആത്മവിശ്വാസവും ആദർശബോധവും ഉണ്ടാകണം. നമ്മൾ കിടക്കേണ്ടത് നമ്മുടെ ഖബറിലാണ്. ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരാളും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്? നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാ? ചുരുപ്പിട്ടി പിടിച്ച കൈകളിൽ മലർന്നു കിടന്ന് കരയാൻ മാത്രം കഴിയുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്? നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മുകളിലേക്ക് നോക്കി വാവിട്ട് കരയുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കൈകൾക്ക് ശക്തി നൽകിയത് ആരാണ്? നമ്മുടെ കാലുകൾക്ക് സ്വാധീനം നൽകിയത് ആരാണ്? നമ്മുടെ മുഖങ്ങൾക്ക് സൗന്ദര്യം നൽകിയത് ആരാണ്? നമ്മുടെ ചിന്തകൾക്ക് ശക്തി നൽകിയത് ആരാണ്? നടന്നു പോകാനും ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും പണിയെടുക്കാനും ഒക്കെ നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ ലോകത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോഴോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ആരെങ്കിലും നമ്മൾ വാങ്ങിയ ഏക്കർ കണക്കിന് തോട്ടങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ആധാർ കാർഡുകളും ATM കാർഡുകളും കൂടെ ഉണ്ടാകുമോ? ബാങ്ക് ബാലൻസുകൾ കൂടെ ഉണ്ടാകുമോ? ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകേണ്ടി വരും. ഇന്ന് രാവിലെ
ഇന്ന് രാവിലെ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന അപ്രതീക്ഷിതമായ മരണവാർത്തകളുടെ നിരന്തരമായ വാർത്തകൾ കൊണ്ട് വല്ലാതെ വേദന അനുഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങളുടെ കൈകളിൽ അൺഎക്സ്പെക്റ്റഡായി മരിച്ചു പോകുന്ന മനുഷ്യരുടെ വീഡിയോകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു നൃത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നത്. സുജൂദിൽ കിടന്ന് എഴുന്നേറ്റ് വരാത്ത എത്ര മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. നമസ്കരിക്കാൻ അത്തഹിയാത്തിലിരുന്ന് എഴുന്നേൽക്കാത്ത മനുഷ്യരില്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണമാണ്. ഉറക്കമെന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങൾക്കൊരു മരണമാണ്. ആ ഉറക്കത്തിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹമാണ്. എഴുന്നേറ്റ് വരാത്ത എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ ആളുകളുണ്ട്. വാഹനാപകടങ്ങളിൽ മരിച്ചു പോകുന്ന എത്രയോ മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു. നടന്നു പോകുന്ന വഴികളിൽ കുഴഞ്ഞു വീടുന്നവർ, ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ ആ ഗോളടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. ഏത് സമയവും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടവരാണ്. ആ യാത്രയിൽ ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവുകയില്ല, ഒരാളുടെ കബറിൽ നമ്മൾ കിടക്കുകയില്ല, ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുകയില്ല. മറിച്ച് നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ് നമ്മുടെ കൈകളിൽ ഉണ്ടാവുക എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹപ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ISMന്റെ പ്രവർത്തകന്മാരായി നമ്മൾ ഇതിനു ശേഷം യൂണിറ്റ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നു, മണ്ഡലം കമ്മിറ്റികൾ വരുന്നു, ജില്ലാ കമ്മിറ്റികൾ വരുന്നു. അവിടെ നമുക്കൊന്നും തടസ്സമാകരുത്, ഒരു തോന്നലും നമുക്കുണ്ടാകരുത്, നമുക്കൊരു താല്പര്യവും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ സ്വർഗമല്ലാത്ത ഒരു താല്പര്യവും നമുക്കുണ്ടാകരുത്. കൈകൾ നഷ്ടപ്പെട്ടു പോയ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുന്നുണ്ട്. ജാഫർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, 2 കൈകളും മുറിച്ചു മാറ്റപ്പെട്ട് ആ യുദ്ധക്കളത്തിൽ മുഅ്ത യുദ്ധത്തിൽ മരണപ്പെട്ടു. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുന്നുണ്ട്. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറക്കമുറ്റാത്ത കുട്ടികളെ ചേർത്ത് പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെടുന്നുണ്ട്. പ്രവാചകന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ കടന്നു വന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ജാഫർ ബിൻ അബി ത്വാലിബ് എന്തെങ്കിലും സംഭവിച്ചു? പ്രവാചകന്റെ മറുപടി, മുറിച്ചു മാറ്റപ്പെട്ട കൈകളുടെ സ്ഥാനത്ത് സ്വർണത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തിൽ പറന്ന് നടക്കുന്ന ജാഫർ ബിൻ അബി ത്വാലിബ്. എന്റെ എറണാകുളത്തെ ISMന്റെ സഹപ്രവർത്തകന്മാരെ, സ്വർണത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തിൽ പറന്ന് നടക്കുന്ന ജാഫർമാരോടൊപ്പം നമുക്ക് കടന്നു പോകാൻ ലഹരി മാഫിയകളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ, അശ്ലീലതകളുടെ, തോന്നിയവാസങ്ങളുടെ, വൃത്തികേടുകളുടെ അതിപ്രസരങ്ങൾക്കിടയിൽ നമുക്ക് കഴിയുമോ? നമുക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം, തിരിച്ചു വരാൻ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ ഒരു നല്ല മാറ്റത്തിന് ഈ സമ്മേളനം കാരണമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മവിശ്വാസമുള്ള മുജാഹിദുകളായി, ആത്മവിശ്വാസമുള്ള മുസ്ലിങ്ങളായി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ആദർശബോധമുള്ള മുസ്ലിങ്ങളായി നമുക്ക് മാറാൻ കഴിയണം. ആർക്ക് മുന്നിലും നമ്മുടെ വ്യക്തിത്വത്തെ പണയം വെക്കാതെ, വ്യക്തിത്വത്തെ മാറ്റിവെക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇസ്ലാം അങ്ങനെയാണ്. സാഹോദര്യത്തിൻ്റെ, സഹാനുഭൂതിയുടെ, സഹവർത്തിത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സെക്യുലറിസം കണ്ട് അതാണ് നല്ലത് എന്ന് പറയുന്ന ആളുകളുണ്ട്, എക്സ് മുസ്ലിങ്ങളും എത്തിസ്റ്റുകളും. നമ്മൾ അതിലേക്ക് ക്ഷണിക്കാൻ നിൽക്കുന്നു. ഇന്ത്യൻ സെക്യുലറിസത്തിന് പ്രത്യേകതകളുണ്ട്, അത് രണ്ടും ഒന്നല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ മതം വിശ്വസിക്കാനും ആ മതമനുസരിച്ച് ജീവിക്കാനും അത് പറയുവാനുമുള്ള അവകാശം നൽകുന്ന രാജ്യമാണ്. എന്നാൽ മതത്തിന്റെ നിയമങ്ങൾ മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഭരണകൂടത്തിന് തോന്നിയാൽ അത് നിരോധിക്കുന്ന സെക്യുലറിസമാണ്. യൂറോപ്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. പ്രവാചകന്റെ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിച്ച മതമാണ്. ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എബ്രഹാം ലിങ്കൻ മുതൽ ബറാക് ഒബാമ വരെ ഭരിച്ച അമേരിക്കയുടെ തെരുവുകളിലാണ് ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗക്കാരൻ ശ്വാസം മുട്ടി മരിച്ചു വീണത്. ശ്വാസം മുട്ടി നിറത്തിന്റെ പേരിൽ മരിച്ചു വീഴുന്ന ആയിരങ്ങളുള്ള അമേരിക്കയുടെ സഹവർത്തിത്വവും സാഹോദര്യവും യൂറോപ്പിന്റെ സ്നേഹവും അല്ല ഇസ്ലാമിന് മനുഷ്യരോട് പറയാനുള്ളത്. തൊലിക്കറുത്തുപോയതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാത്ത, തൊലി വെളുത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാത്ത, സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ
മാറ്റി നിർത്തപ്പെടാത്ത മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊരു അഭിമാനബോധം ഉണ്ടാകണം. ഇസ്ലാം മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കൊരു ആദർശബോധം ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്കൊരു വിശുദ്ധി ഉണ്ടാകണം. അത്തരത്തിൽ ജീവിക്കുന്ന നല്ല ചെറുപ്പക്കാരായി, നല്ല യുവാക്കളായി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ISMന്റെ നേതാക്കന്മാർ, സഹപ്രവർത്തകന്മാർ, പിന്തുണ നൽകിയ കേരള ദഅവത്തുൽ മുജാഹിദിന്റെ നേതൃത്വം അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തുമൊക്കെ അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ ഈ നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരുടെ കരങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകട്ടെ. നാളെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കടന്നുപോയ മുഴുവൻ ആളുകളുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.